ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് ഈ ഒരു സമയത്തുള്ള എനർജി എങ്ങനെയാണ്, നിങ്ങളോടുള്ള എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് എന്ന് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് മെസ്സേജ് എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് വന്നിട്ടുണ്ട്. സോൾമേറ്റ്, നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. യു ഡിസേർവ് ലവ് വന്നിട്ടുണ്ട്. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ സോൾമേറ്റുമായിട്ടാണ്. അതായത് ചിലവർക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു സമയത്ത് തന്നെ തോന്നാം ഈ ഒരു പേഴ്സണ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വീക്കാവുന്ന പോലെ അനുഭവപ്പെടുന്നു. ചിലപ്പോൾ അതിന് മുൻപും റിലേഷൻഷിപ്സിലൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നോർമലി ഉള്ള ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് വരുന്ന റിലേഷൻഷിപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എന്തോരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആ ഒരു നിങ്ങളുടെ കണക്ഷൻ്റെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു മുൻജന്മ ബന്ധം, ആ ഒരു സോൾമേറ്റ് ലെവൽ എനർജിയൊക്കെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് ലെവൽ കണക്ഷൻ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവും. ഒരിക്കലും ഒന്നും വെറുതെ സംഭവിക്കില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പലരിലും പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ളൊരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പലതിൻ്റെയും പർപ്പസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജേണിയിലൂടെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ യൂണിവേഴ്സ് ഇവിടെ നമ്മളോട് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലവ് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലവ് ഡിസർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ചിലവരിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുക, അല്ല ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ നമ്മളെ അവഗണിക്കുന്നു. അപ്പോൾ സ്വയം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനൊന്നും ചിലപ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ലെവലിൽ ഞാൻ എത്തണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ ഇഷ്ടമില്ലാത്തത്. ചിലപ്പോൾ ഞാൻ ഫിസിക്കലി കാണാനായിട്ട് അത്ര പോരാത്തതുകൊണ്ടായിരിക്കും എന്നോട് താല്പര്യമില്ലാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതായത് സ്വയം വില കുറച്ച് കാണുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ അങ്ങനെ നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വേർത്ത് തിരിച്ചറിയാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്, ഏഞ്ചൽസ് അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. യു ഡിസേർവ് ലവ്. നിങ്ങൾ ആ സ്നേഹം തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾ തന്നെ ആദ്യം അംഗീകരിക്കുക, സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മളതിനകത്ത് മറിഞ്ഞിരിക്കുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നോ കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തിടപഴകാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ഹോണസ്റ്റ് കോൺവെർസേഷനൊക്കെ ഉള്ളൊരു സന്ദർഭം കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുക ഇൻ ദ സെൻസ് ചിലവർ ഇപ്പോൾ വീണ്ടും പേഴ്സണിൽ നിന്നൊരു കോൺടാക്റ്റ് വരുന്നു, സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴും പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ പറയാനുള്ളത് തുറന്ന് പറയാതെ ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന അങ്ങനെയുള്ളൊരു സന്ദർഭം നിങ്ങൾ വിനിയോഗിക്കുക. പറയാനുള്ളത് തുറന്ന് സംസാരിക്കുക, തുറന്ന് പറയാം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉള്ളൊരു ചാൻസാണ്. അതില്ലാതെ ആക്കരുത്. അത് വേണ്ട വിധം ഉപയോഗിക്കാനായിട്ട് ഏഞ്ചൽസ് പറയുന്നുണ്ട്.
ചിലർ പിന്നെ ഒരു കാര്യമുണ്ട്, പറയാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി സംസാരിക്കാനുള്ള അവസരം കിട്ടിയാലും പറയാത്ത ആൾക്കാരുണ്ട്. അത് നോ കോൺടാക്റ്റ് ഒന്നും ആവണമെന്നുണ്ട് ഇല്ല. ഓൾറെഡി കോൺടാക്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പല വിയോജിപ്പുകളും ഉള്ളിലുണ്ടാവാം. ചില കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുമായിരിക്കാം. പക്ഷെ അതപ്പോൾ പറയാതെ വേറെ പല രീതിയിൽ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുക. പറയാനുള്ള കാര്യം പറയില്ല, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ വേറെ പല മാർഗ്ഗങ്ങളിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് കൂടുതൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മനസ്സിൽ തോന്നുന്ന ആ ഒരു കാര്യം ഷെയർ ചെയ്യുക. ഒരു ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബേർഡൻ, സ്ട്രെസ്, ഐസൊലേഷൻ, കൺട്രോൾ, മൈസ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിലുള്ള എനർജീസ് കണ്ടപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് നേരത്തെ ഏഞ്ചൽസ് ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ്റെ എനർജി നമുക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമാണ്, അങ്ങനെ ഒരു അവസരം വരാനും പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, റിലേഷൻഷിപ്പിനകത്ത് ഞാനാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത്, മറ്റൊരു വ്യക്തി അത്രയും ചെയ്യുന്നില്ല, ഞാനാണ് ഇതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്നത് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് ആരൊക്കെയോ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം, പേഴ്സണായിരിക്കാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ ഒരു പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ല, എന്ന് പറയുന്ന പോലുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അത് നമുക്കിവിടെ കാണാം. ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പേഴ്സൺ നമ്മളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും, അതിപ്പോൾ നിങ്ങളാണെങ്കിലും ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ സങ്കടം കാണാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്, അത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുറന്ന സംസാരം ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണിത്. ആ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ടേക്ക് കെയർ ചെയ്യുന്നൊരവസ്ഥ ആയിക്കോട്ടെ, എല്ലാം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് കാണാം, വളരെ സ്റ്റെബേണായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ്. എല്ലാത്തിനും ആ ഒരു കഠിനമായിട്ടുള്ളൊരു നിയന്ത്രണം, അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ശക്തമായിട്ടുള്ള ഒരു പിരിമുറുക്കമുണ്ട് എന്നുള്ളത് തന്നെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു തുറന്ന സംസാരത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറാവുന്നില്ല. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു നിലപാട് നമുക്കിവിടെ കാണാം. അതായത് പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. എന്നാൽ ഉള്ളിൽ പറയാനായിട്ട് 100,000 കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ എന്തോ ഒരു മതിൽ നിങ്ങൾക്കിടയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു പഴയ ഇൻറ്റിമസി കിട്ടുന്നില്ല, ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളായിരിക്കാം ഒറ്റപ്പെട്ടു പോകുന്നത്. നിങ്ങളുടെ ഒരു വിഷമവും സങ്കടവും ഈ ഒരു വ്യക്തിയോട് പറയാൻ പറ്റുന്നുണ്ടാവില്ല. നേരെ മറിച്ച് അവരായിരിക്കാം ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പോകുന്നതിൻ്റെ ഒരു സമ്മർദ്ദം അവരുടെ സാഹചര്യത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് പലവിധ സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രഷറും കൂടി അവർക്ക് കൂനിമേ കുരു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്കിത് ഭയങ്കരമായിട്ടൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കൊടുക്കുന്നു. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ 2 പേർക്കുമുള്ള ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അവരുടെ എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോട്, അല്ലെങ്കിൽ നിങ്ങളോട് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും.
Hanged Man, Knight of Wands, Ace of Cups, Star, Eight of Swords, Lovers, Page of Cups, Ten of Wands, Ten of Swords, Page of Pentacles, Tower, Eight of Cups, Four of Wands, Chariot, Death, Nine of Wands. നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞ കാര്യമാണ്, ഒരു വ്യക്തി ഇതിനകത്ത് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, വലിയൊരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ഭാരം അനുഭവപ്പെട്ടു പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരാൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ടും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമായിരിക്കണം എന്നില്ല, മൊത്തത്തിൽ അവരുടെ സാഹചര്യവശാൽ വളരെയധികം ഒരു പ്രഷറുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കാം ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിടിവിട്ട് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അവരുടെ ലൈഫിലായിക്കോട്ടെ, അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും ഒന്ന് സ്റ്റക്കാവും. ആ ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു മറ നിങ്ങൾക്കിടയിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യത്തിനും അതിന് വലിയ തോതിലൊരു പങ്കുണ്ട്. കാരണം അത്രയേറെ ഒരു പ്രഷറായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ അവർ പോകുന്നത് കൊണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ഹെവി തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരെ ഇപ്പോൾ നിലവിലൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടം വന്നപ്പോൾ അവർ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതൊരു പക്ഷേ ഇവർ സ്വയമേ തിരഞ്ഞെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോൾസ് ഡിസിഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിർബന്ധിതമായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നതായിരിക്കാം. മറ്റൊരു കാര്യത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു, നിങ്ങളെ അവർ മുഖവിലയ്ക്ക് എടുത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും അവരൊരു സ്റ്റക്നെസ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു ട്രാപ്ഡ് എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതൊരു മെൻ്റൽ സ്റ്റക്നെസ് ആയിട്ട് നമുക്ക് കൂട്ടാമെങ്കിൽ പോലും മറ്റൊരു തരത്തിലാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുടെ പിന്നാലെ പോകാറുണ്ട്. സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒരു കൺഫ്യൂഷൻ വന്നൊരു കാര്യം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ പിന്നെ നമ്മൾ ആ തിരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ചിലപ്പോൾ തിരഞ്ഞെടുത്ത അത്ര എളുപ്പമായിരിക്കണം എന്നില്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രഷറാണ് ഈ പേഴ്സൺ അനുഭവിക്കുന്നതെന്ന് തന്നെ എടുത്ത് പറയാം. അപ്പോൾ ഒരു റോങ് ചോയ്സ് എന്തായാലും ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ഒന്ന് താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്, മറ്റൊരു കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടതുപോലെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ല. നമ്മൾ ഏഞ്ചൽസിൻ്റെ ഒരു മെസ്സേജിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസിനകത്ത് നമ്മൾ കണ്ടതാണ് ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ നിങ്ങൾ തമ്മിലില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്, പക്ഷെ നിലവിലില്ല എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റക്നെസ് മാറ്റി മുന്നോട്ട് ചലിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമോഷൻസ് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി പ്യുവറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ചോയ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ തഴഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് സഹിക്കുന്ന വ്യക്തിക്ക് വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടതാണ്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായതായിരിക്കാം. ആ ഒരു റിയലൈസേഷൻ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാം, ഒരു കാര്യത്തിൽ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാലാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു റോങ് ചോയ്സാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ
പൂർണ്ണമായിട്ടും ഇറങ്ങി വന്നു കഴിഞ്ഞാലാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് പോലെ പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റ് തിരുത്താനായിട്ട് അവർക്ക് അപ്പോഴേ കഴിയുള്ളൂ എന്നുള്ളത്, അതായത് മനസ്സുകൊണ്ട് അവർക്ക് അപ്പോഴേ അതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഓരോ കാര്യങ്ങളൊന്ന് ഹീലാവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഹീലാവുക ഇൻ ദ സെൻസ് ഒരു പക്ഷേ ചിലവർ ഇപ്പോൾ കോൺടാക്റ്റിലുണ്ടാവാം, ചിലവർ നോ കോൺടാക്റ്റിലും ആയിരിക്കാം. കോൺടാക്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുള്ളിലുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകളിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാവാം. പക്ഷെ അത് തുറന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളൊരു റിയലൈസേഷൻ, അല്ലെങ്കിൽ എടുത്തുചാടി പോയൊരു കാര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിക്തമായിട്ടുള്ള ഒരു അനുഭവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പുറത്തെ വശത്ത് വേറൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അത് തുറന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് എങ്ങനെ പറയണം എന്നറിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈഗോ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. ഞാൻ ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഞാൻ പോയത് ഒരു തെറ്റായ വഴിയിലായിരുന്നു എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ എല്ലാം ഒന്ന് ഹീലാവാനായിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രത്യാശ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു അപ്പോളജി പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാനായിട്ട് ഒക്കെ അവർ ആഗ്രഹിക്കുമ്പോഴും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് വരുന്നത് മുന്നിലുള്ള പ്രതിബന്ധങ്ങളാണ്. ഇന്ന കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ള ആ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാം. ഒരു പെയിൻഫുൾ എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാത്തിരിപ്പ് ഒക്കെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സാഹചര്യം അത്ര നല്ലതല്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ ചൂസ് ചെയ്തൊരു കാര്യം ആയിക്കോട്ടെ, അതെല്ലാം അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാലേ നിങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അതെ, അവർ വളരെ കാര്യമായിട്ട് അതിൻ്റെ പുറകെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏഹ്, എത്ര തകർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് വരാനുള്ള ആ ഒരു കുതിപ്പ്, അല്ലെങ്കിൽ ആ ഒരു പ്രേരണയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയത് കാരണം ചില പാർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞ് ചിലപ്പോൾ റിപ്പീറ്റായിട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അവർ ആ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. ആ ഒരു പ്രതിബന്ധങ്ങളുമായിട്ട് തരണം ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനായിട്ട് അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റം വരാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഇവർ സ്വയമേ വരുത്തി വെച്ചതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു റോങ് മൈൻഡ് സെറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ തെറ്റായ തീരുമാനം കൊണ്ടോ, എടുത്തുചാട്ടം കൊണ്ടോ, പ്രലോഭനം കൊണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം അവരായിട്ട് വരുത്തി വെച്ചൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അവർ അവർ തന്നെ അതിനകത്ത് സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കുകയും വേണം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ ഒരുപാട് മോശമായിട്ടുള്ളൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ ഉണ്ടെന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ഹെവി ബേർഡൻ എടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മാറ്റം വരാനുള്ള ഒരു കാത്തിരിപ്പ് നമുക്ക് കാണാം. തീർച്ചയായിട്ടും പുറമേ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സണ് പല കാര്യങ്ങളും റിയലൈസ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു അപ്പോളജിയൊക്കെ പറയണം എന്നുള്ള തരത്തിലുള്ള എനർജി നമുക്കിവിടെ കാണാം. മനസ്സുകൊണ്ട് അവരത് അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അവിടെ ഒരു വലിയൊരു പോയിൻ്റായിട്ട് തന്നെ നമ്മൾ കാണേണ്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഓവറോൾ നമുക്ക് നിലവിൽ ഈ ഒരു തരത്തിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 6, നമ്പർ 7, നമ്പർ 11, നമ്പർ 13 ആൻഡ് നമ്പർ 16. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് നമുക്കിവിടെ വാട്ടർ സൈൻസ് എല്ലാം കയറി വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, ഏരീസ് ആൻഡ് ജെമിനി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയിൽ നമ്മൾ ഓവറോൾ എടുത്തപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം അത്രയേറെ ഒറ്റപ്പെടലും വേദനയൊക്കെ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏഞ്ചൽസ് മെസ്സേജിനകത്തും കിട്ടിയത് നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ശക്തമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.